നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച 2 കളികളും വിജയിച്ച് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം മുംബൈ സിറ്റി FCക്കെതിരെ നവംബർ 6-ന് രാത്രി ഇന്ത്യൻ സമയം 7:30 ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരമുള്ളത്. ഇന്നലെ രാജസ്ഥാൻ യുണൈറ്റഡ് മുംബൈ സിറ്റിക്ക് കൊടുത്തൊരു പണിയുണ്ട്. ആ പണിയിൽ രാജസ്ഥാനേക്കാൾ ഗുണം ലഭിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനാണ് എന്ന് പറയേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാനാകെ വേണ്ടത് ഇനി മുംബൈ സിറ്റി FCയോട് തോൽക്കാതിരിക്കുക എന്നത് മാത്രമാണ്. അതായത് സമനില പിടിച്ചാലും കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകും. എന്നാലും ഈ ഗ്രൂപ്പ് കോംപ്ലിക്കേറ്റഡ് ആണ്. ബ്ലാസ്റ്റേഴ്സ് എങ്ങാനും തോറ്റുപോയാൽ സംഗതി കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ ക്വാളിഫിക്കേഷൻ സെനാരിയോ നോക്കുകയാണ്. ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ സെനാരിയോ. ഏറ്റവും എളുപ്പ വഴി ഈ കളി തോൽക്കാതിരിക്കുക, മുംബൈയോട് തോൽക്കാതിരിക്കുക. മുംബൈയോട് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു എന്ന് കരുതുക, പിന്നെ ഒന്നും നോക്കണ്ട, ബ്ലാസ്റ്റേഴ്സിന് 9 പോയിൻ്റ് ആകും. രാജസ്ഥാൻ യുണൈറ്റഡ് സ്പോർട്ടിങ്ങിനെ തോൽപ്പിച്ചാലും അവർക്ക് 6 പോയിൻ്റ് ഉണ്ടാവുകയുള്ളൂ, ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകും. മുംബൈയോട് കേരള ബ്ലാസ്റ്റേഴ്സ് സമനില പിടിച്ചു എന്ന് കരുതുക, ബ്ലാസ്റ്റേഴ്സിന് 7 പോയിൻ്റ് ആകും, മുംബൈക്ക് അപ്പോൾ 4 പോയിൻ്റേ ഉണ്ടാവുകയുള്ളൂ. രാജസ്ഥാൻ യുണൈറ്റഡ് സ്പോർട്ടിങ്ങിനെ തോൽപ്പിച്ചാലും അവർക്ക് 6 പോയിൻ്റേ ഉണ്ടാവുകയുള്ളൂ, ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകും. സോ ഏറ്റവും സിമ്പിൾ, സംഗതി കോംപ്ലിക്കേറ്റഡ് ആക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാനുള്ള വഴിയാണ് ഈ പറഞ്ഞത്, മുംബൈ സിറ്റി FCയോട് തോൽക്കാതിരിക്കുക. അതല്ല, ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FCയോട് തോറ്റാലോ? അങ്ങനെ തോറ്റാൽ സംഗതി ആകെ കോംപ്ലിക്കേറ്റഡ് ആവും. ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ 6 പോയിൻ്റ്, മുംബൈ സിറ്റി FC കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചാൽ അവർക്കും 6 പോയിൻ്റ്. എന്നിട്ട് രാജസ്ഥാൻ യുണൈറ്റഡ് സ്പോർട്ടിങ്ങിനോട് തോൽക്കുകയാണെങ്കിൽ പിന്നെ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല, ഹെഡ് ടു ഹെഡ് നോക്കി മുംബൈ സിറ്റി മുന്നോട്ട് പോകും. അതല്ല, രാജസ്ഥാൻ യുണൈറ്റഡ് സ്പോർട്ടിങ്ങിനോട് ജയിക്കുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിനോട് മുംബൈ സിറ്റിയും ജയിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് 6 പോയിൻ്റ്, മുംബൈ സിറ്റിക്ക് 6 പോയിൻ്റ്, രാജസ്ഥാൻ യുണൈറ്റഡിന് 6 പോയിൻ്റ്. അപ്പോൾ പിന്നെ ഹെഡ് ടു ഹെഡ് നോക്കുക എന്നുള്ളത് എളുപ്പമല്ല. കാരണം ബ്ലാസ്റ്റേഴ്സ് രാജസ്ഥാനെ തോൽപ്പിച്ചിട്ടുണ്ട്, രാജസ്ഥാൻ മുംബൈയെ തോൽപ്പിച്ചിട്ടുണ്ട്, മുംബൈ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാവും അവസ്ഥ. അപ്പോൾ പിന്നെ ഗോൾ ഡിഫറൻസിലേക്ക് പോകേണ്ടി വരും, അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവും. അങ്ങനെ വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താവാതിരിക്കണമെങ്കിൽ മറ്റ് ടീമുകളുടെ ഗോൾ ഡിഫറൻസ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മുകളിലാവാതിരിക്കണം. അപ്പോൾ നമ്മൾ മുംബൈ സിറ്റിക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സെനാരിയോ എന്താ നോക്കിയാൽ, മുംബൈ സിറ്റി ക്യാൻ ക്വാളിഫൈ വിത്ത് വിൻ അഗെയിൻസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇഫ് രാജസ്ഥാൻ ഡോണ്ട് വിൻ. രാജസ്ഥാൻ വിജയിക്കുന്നില്ല എന്ന് വിചാരിച്ചോ, രാജസ്ഥാൻ വിജയിക്കുന്നില്ല, മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയിക്കുകയും ചെയ്യുന്നു എന്ന് വന്നാൽ മുംബൈ സിറ്റി നേരെ മുന്നോട്ട് പോകും. നമ്മൾ ഓൾറെഡി പറഞ്ഞു അത്, കാരണം അവിടെ ഹെഡ് ടു ഹെഡിൽ മുംബൈ സിറ്റിയാണ് മുമ്പിൽ. ഇനി അതല്ല, രാജസ്ഥാൻ യുണൈറ്റഡ് ഡൽഹിയെ പരാജയപ്പെടുത്തി, മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിനെയും പരാജയപ്പെടുത്തി. അപ്പോൾ ഗോൾ ഡിഫറൻസ് ആണല്ലോ വിഷയം. രാജസ്ഥാന് മുന്നോട്ട് പോകണമെങ്കിൽ ഡൽഹിയെ 4 അതിലധികമോ ഗോളിന് തോൽപ്പിക്കണം, മുംബൈ കേരളയെ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ 1 ഗോൾ മാർജിനിൽ തോൽപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകണം. അപ്പോൾ മുന്നോട്ട് പോവുക രാജസ്ഥാൻ യുണൈറ്റഡ് ആയിരിക്കും. ഇനി അതല്ല, രാജസ്ഥാൻ യുണൈറ്റഡ് ഡൽഹിക്കെതിരെ നാരോലിയാണ് വിൻ ചെയ്യുന്നതെങ്കിൽ മുംബൈക്കൊരു ബിഗ്ഗർ വിൻ, കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ബിഗ്ഗർ വിൻ വേണം. കാരണം ഇപ്പോൾ അവിടെ 2 ഗോൾ ഡിഫറൻസാണ് മുംബൈ സിറ്റിക്കുള്ളത്, കേരള ബ്ലാസ്റ്റേഴ്സിന് +4 ആണുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷനിലേക്ക് കാര്യങ്ങൾ പോകും, അത്ര എളുപ്പമല്ല. അപ്പോൾ ഈ കോംപ്ലിക്കേഷനിലേക്ക് ഒന്നും പോകാതെ വളരെ സിമ്പിളായിട്ട് ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാനുള്ള വഴി മുംബൈ സിറ്റിയോട് തോൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ നിന്ന് 4 മുന്നോട്ട് കയറിയാലും എതിരാളികളായിട്ട് സെമി ഫൈനലിൽ വരാൻ പോകുന്നത് FC ഗോവയായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.